നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുമ്പായിട്ട് RSP ചില കടുത്ത തീരുമാനങ്ങളിലേക്ക് പോകുന്നു എന്നുള്ളൊരു വാർത്ത വരുന്നുണ്ട്. നിലവിൽ RSP UDFിൻ്റെ ഭാഗമായിട്ടാണല്ലോ നിൽക്കുന്നത്. അപ്പോൾ ആകെ 3 നേതാക്കന്മാരെ ഉള്ളൂ എങ്കിൽ പോലും ഒരു മുന്നണിയുടെ ഭാഗമായിട്ട് ഒരു രാഷ്ട്രീയ പാർട്ടിയായിട്ട് തന്നെയാണ് അവർ പരിഗണിക്കുന്നത്. അതിൻ്റെ പരിഗണന അവർക്ക് കൊടുക്കുന്നുമുണ്ട്. അപ്പോൾ സ്വാഭാവികമായിട്ടും UDFിൽ നിന്ന് ഇനി ഒരു മന്ത്രിസ്ഥാനമോ ഒക്കെ കിട്ടി അടുത്ത ഭരണത്തിൽ തുടരാൻ പറ്റുമോ എന്നുള്ളൊരു കൺഫ്യൂഷനിലാണ് RSP ഉള്ളത്. അപ്പോൾ RSP ഒരു കടുത്ത തീരുമാനത്തിലേക്ക് പോകുന്നു എന്നുള്ളൊരു വാർത്ത വരുന്നത് അതൊരു മുന്നണി മാറ്റമായിട്ട് നമുക്ക് കാണാൻ പറ്റുമോ? അല്ല, ഇപ്പോൾ പൊതുവേ ഈ പറഞ്ഞതുപോലെ ഇപ്പോൾ ഈ UDFിൻ്റെ ഇപ്പോൾ ഉണ്ടായ ഈ അനിശ്ചിതാവസ്ഥ, ഈ രാഹുൽ മാങ്കൂട്ടം ഉണ്ടാക്കിയ ഈ പ്രശ്നങ്ങളും ഒക്കെ കൊണ്ടിപ്പം കുഞ്ഞാലി സാഹിബ് അടക്കമുള്ളവർ ഇനിയിപ്പം 2 വള്ളത്തിൽ ചവിട്ടി നിൽക്കുവാണ്. അപ്പോൾ അതുപോലെ RSPയും ഈ പറഞ്ഞതുപോലെ RSPക്കും ഇനി ഭരണം കിട്ടിയില്ലെന്നുണ്ടെങ്കിൽ ഒന്ന് കളമാറ്റി ചവിട്ടിയാലോ എന്നുള്ളൊരു ചിന്തയിലാണ്. പ്രത്യേകിച്ച് ഷിബു ബേബി ജോൺ ഇപ്പോൾ തന്നെ ഇടതുപാളയത്തിൽ എത്തിക്കഴിഞ്ഞതായിട്ടാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. കാരണം അദ്ദേഹം കൊല്ലം സീറ്റ് ആവശ്യപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ UDF കൊല്ലം സീറ്റ് കൊടുക്കാനുള്ള സാധ്യതയില്ലെങ്കിൽ പതുക്കെ ചാടി LDFിലേക്ക് വന്നാൽ കൊല്ലം സീറ്റ് കൊടുക്കും. കാരണം മുകേഷ് ഓൾറെഡി അവിടെ ഇനി സീറ്റ് കൊടുക്കില്ല. പിന്നെ മറ്റൊരു നേതാവ് കൊല്ലത്തിന് ചൂണ്ടിക്കാണിക്കാനില്ലാത്തത് കൊണ്ട് തന്നെ RSPക്ക് സീറ്റ് കൊടുത്താൽ ഷിബു നിഷ്പ്രയാസം വിജയിച്ച് കയറും എന്നുള്ള കാര്യത്തിൽ തർക്കമില്ല. കാരണം കഴിഞ്ഞ തവണ മുകേഷ് 1600 വോട്ടുകൾക്കാണ് കഷ്ടിച്ചാണ് ജയിച്ചത്. അപ്പോൾ അത് ബിന്ദുകൃഷ്ണ ആയതുകൊണ്ടാണ്, ബിന്ദുകൃഷ്ണയ്ക്ക് കോൺഗ്രസിൽ നിന്ന് തന്നെ എതിരാളികളുള്ളതുകൊണ്ടാണ് അവിടെ ബിന്ദുകൃഷ്ണയ്ക്ക് പരാജയപ്പെടേണ്ടി വന്നത്. മറിച്ച് ഷിബു നിന്നാൽ സ്വാഭാവികമായിട്ടും അദ്ദേഹത്തിന് പരമ്പരാഗതമായ വോട്ടുകൾ കിട്ടും. അതോടൊപ്പം തന്നെ ഈ പറഞ്ഞ പോലെ LDF ആണ്, LDFിൻ്റെ വോട്ടുകൾക്കൊപ്പം RSPയുടെ വോട്ടുകളും അദ്ദേഹത്തിൻ്റെ വ്യക്തിപ്രഭാവത്തിൽ ലഭിക്കുന്ന വോട്ടുകളും ലഭിച്ചാൽ അദ്ദേഹത്തിന് അവിടെ ജയിക്കാൻ കഴിയും. ഒരുപക്ഷെ ഈ പറഞ്ഞതുപോലെ പ്രേമേന്ദ്രനൊന്നും ഇങ്ങോട്ട് ചാടാത്ത സ്ഥിതിക്ക് ഷിബു മാത്രമായിട്ടൊരു RSP വന്നാൽ ഷിബുവിനൊരു മന്ത്രിസ്ഥാനവും കിട്ടും. അപ്പോൾ അത് കരുതിക്കൂട്ടിയുള്ള, അതായത് LDF അധികാരത്തിൽ വന്നാൽ അത് കരുതിക്കൂട്ടിയുള്ള മാറ്റങ്ങൾക്കാണ് ഷിബു നോക്കുന്നത്. പ്രേമേന്ദ്രനാകട്ടെ ഇനിയിപ്പോൾ കുറേ കാലമായിട്ട് ഇങ്ങനെ പാർലമെൻറ്റിൽ ഇരുന്ന് അങ്ങ് മടുത്തു പ്രേമേന്ദ്രൻ. നമ്മളിപ്പോൾ ഒരേ ജോലി തന്നെ നിരന്തരം ചെയ്തുകൊണ്ടിരുന്നാൽ മടുക്കുന്ന പോലെ അദ്ദേഹം എത്രയോ വർഷക്കാലമായി കൊല്ലത്തെ പ്രതിനിധീകരിച്ച് പാർലമെൻറ്റിൽ പോയി വലിയ രീതിയിലുള്ള അദ്ദേഹം പാർലമെൻറ്റിൽ വൈദഗ്ധ്യം തെളിയിച്ചതാണ്. പക്ഷേ എന്നിരുന്നാൽ പോലും ഈ കുറേ വർഷങ്ങളാകുമ്പോൾ റിട്ടയർമെൻ്റ് എന്നതുപോലെ അദ്ദേഹത്തിന് ഇനി പാർലമെൻറ്റിൽ പോയി ഈ പ്രതിപക്ഷ ശബ്ദമാകാനുള്ള ഒരു മൈൻഡ് അങ്ങ് മാറിയിട്ടുണ്ട്. ഇപ്പോൾ അദ്ദേഹം പഴയ പോലൊന്നും അത്ര ഊർജ്ജസ്വലമായിട്ടൊന്നും നിൽക്കുന്നില്ല എന്നാണ് കാണാൻ കഴിയുന്നത്. കാരണം BJP പോകാമെന്ന് വെച്ചാൽ BJP പോയി കഴിഞ്ഞാൽ പിന്നെ അദ്ദേഹം അവിടെ നിന്ന് ജയിക്കത്തുമില്ല. അപ്പോൾ അതുകൊണ്ട് ജയിക്കുകയും വേണം, രാജ്യസഭാ സീറ്റ് വല്ലതും കിട്ടി അങ്ങനെ എന്തെങ്കിലും ചെയ്യേണ്ടി വരും. അപ്പോൾ അതുകൊണ്ട് അദ്ദേഹം ഇപ്പോൾ വിചാരിക്കുന്നത് UDF അധികാരത്തിൽ വരുമെന്നാണൊരു പ്രതീക്ഷ. ഇപ്പോൾ ഇരവിപുരം സീറ്റ് അദ്ദേഹം ആവശ്യപ്പെട്ടിരിക്കുകയാണ്. ഇരവിപുരം സീറ്റ് കിട്ടിക്കഴിഞ്ഞാൽ സ്വാഭാവികമായും ഇരവിപുരത്ത് നിന്ന് ജയിച്ചു കഴിഞ്ഞാൽ UDF ആണ് അധികാരത്തിൽ വരുന്നതെങ്കിൽ ഉറപ്പായിട്ടും മന്ത്രിസ്ഥാനം അദ്ദേഹത്തിന് കിട്ടും. മുമ്പ് അദ്ദേഹം മന്ത്രിയായിട്ട് ഇരുന്നിട്ടുള്ളതാണ്. അപ്പം അതുകൊണ്ട് തന്നെ അദ്ദേഹം പ്രത്യേകിച്ച് ഇനിയിപ്പോൾ അന്ന് കഴിഞ്ഞ തവണ നൗഷാദിനെതിരെ നിന്നത് ബാബു ദിവാരനായിരുന്നു. അതിന് മുമ്പുള്ള ടേമിൽ A അസീസ് ആയിരുന്നു. A അസീസ് ഒരു തവണ അവിടെ ജയിച്ച ആൾ കൂടിയാണ്. അപ്പം നൗഷാദ് 2 ടേമായി. നൗഷാദ് 2 ടേമായി. അല്ല, ഇപ്പോൾ 3 ടേം അങ്ങനെ CPMൽ അങ്ങനെ ഒരു ഇത് നിബന്ധനയാക്കി വന്നിട്ടുണ്ടോ എനിക്കറിയില്ല. അത് കാരണം ഇളവുകൾ അനുവദിക്കാനുള്ള ചാൻസാണ് കൂടുതൽ. സീറ്റുകളെ സംബന്ധിച്ചിടത്തോളം സാധ്യതയുണ്ട്. കാരണം പ്രത്യേകിച്ച് അതുപോലെ ഒരു നേതാവിനെ കിട്ടാത്ത സാഹചര്യത്തിൽ ഇപ്പോൾ ഇരവിപുരത്തെ സംബന്ധിച്ച് നൗഷാദിന് പകരം മറ്റാരെങ്കിലും വന്ന് നിന്നാൽ അവിടെ ജയിക്കാനുള്ള സാധ്യത കുറവാണ്. അവിടെ നമ്മളെപ്പോഴും വിചാരിക്കും ഇരവിപുരം എന്ന് പറയുമ്പോൾ മുസ്ലിംസിന് കൂടുതൽ വോട്ടുള്ള മണ്ഡലമാണ്. ഒരിക്കലും അല്ല, അവിടെ ഹിന്ദുക്കൾക്കാണ് വോട്ട് കൂടുതൽ. അവിടെ ഈ പറഞ്ഞതുപോലെ PKK ബാവ ഒരിക്കൽ ജയിച്ചിട്ടുണ്ട്. അന്ന് അദ്ദേഹം മന്ത്രിയുമായി. അപ്പോൾ അത് അന്ന് ലീഗിനായിരുന്നു സീറ്റ്. പിന്നീടാണ് RSP അവിടേക്ക് വരുന്നത്. പിന്നെ LDF അത് ഏറ്റെടുക്കുകയും അപ്പോൾ CPM അവിടെ സ്ഥാനാർത്ഥിയായി. അങ്ങനെയാണ് നൗഷാദ് വരുന്നത്. നൗഷാദ് ആദ്യം വരുന്ന അദ്ദേഹം അവിടുത്തെ ഒരു പഞ്ചായത്തിൻ്റെ ഒരു വാർഡ് മെമ്പറായിരുന്നു. അപ്പോൾ ആ സമയത്ത് കൊല്ലത്ത് സീറ്റ് നിർണ്ണയ ചർച്ച നടക്കുമ്പോൾ 3-4 പേരുടെ പേരുകൾ അന്ന് കൊടുത്തു. ഫത്തഹുദ്ദീൻ എന്ന് പറഞ്ഞിട്ട് അവിടെ CPMൻ്റെ ഒരു നേതാവ് ഉണ്ടായിരുന്നു. അദ്ദേഹം അവിടെ സഹകരണ ബാങ്കിൻ്റെയൊക്കെ പ്രസിഡൻ്റാണ്. അദ്ദേഹത്തിൻ്റെ പേരും നൗഷാദിൻ്റെ പേരും ഒക്കെ പിണറായി വിജയൻ്റെ കയ്യിൽ കൊടുത്തപ്പോൾ പെട്ടെന്ന് പിണറായി വിജയൻ നോക്കിയിട്ട് നൗഷാദിനെ തീരുമാനിക്കുകയായിരുന്നു. അതുകൊണ്ട് ഒരു ഞറക്ക് വീണതാണ്. അന്ന് A അസീസ് ഈ പറഞ്ഞ പോലെ RSPയുടെ ഇത്തരത്തിൽ RSP മാറിയ ഒരു സന്ദർഭമൊക്കെ ആയിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ RSP തോൽക്കുകയും അതിന് നൗഷാദ് അവിടുത്തെ സീറ്റ് പിടിക്കുകയും ചെയ്തു. കഴിഞ്ഞ തവണ ബാബു ദിവാറിനെ ഇറക്കി അവിടെ സീറ്റ് തിരിച്ചു പിടിക്കാൻ വേണ്ടി RSP ഒരു ശ്രമം നടത്തിയെങ്കിലും നടന്നില്ല. നൗഷാദ് അത്രയധികം
മണ്ഡലത്തിൽ നിറഞ്ഞിരിക്കുന്ന വ്യക്തിയാണ് അദ്ദേഹം. എല്ലാ ഫംഗ്ഷനുകൾക്കും, ഇപ്പോൾ ഒരു മരണമാണെങ്കിലും കല്യാണമാണെങ്കിലും എല്ലായിടത്തും ഓടിയെത്തുന്ന ഒരു MLA കൂടിയാണ് അദ്ദേഹം. അതുകൊണ്ട് തന്നെ പ്രേമേന്ദ്രൻ അങ്ങനെയുള്ള ഒരു സീറ്റ് ചോദിച്ചു വാങ്ങിക്കും. അല്ല, പ്രേമേന്ദ്രൻ നിന്ന് കഴിഞ്ഞാൽ ഒരു ഗുണമെന്ന് പറഞ്ഞാൽ പ്രേമേന്ദ്രന് ഏറ്റവും വലിയൊരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ പ്രേമചന്ദ്രന് കൊല്ലത്തിൻ്റെ ഏത് മണ്ഡലത്തിൽ നിന്നാലും ജയിക്കാൻ ഉള്ള ഒരു ശേഷിയുണ്ട്. അത് നമ്മൾ ലോക്സഭാ മണ്ഡലങ്ങളിൽ നമ്മളെടുത്ത് പരിശോധിച്ചാൽ നമുക്ക് മനസ്സിലാവും. പ്രത്യേകിച്ച് അദ്ദേഹത്തിന് ഏറ്റവും കൂടുതൽ അദ്ദേഹത്തെ പിന്തുണയ്ക്കുന്നത് നായർ സമുദായവും മുസ്ലിം സമുദായവുമാണ്. അപ്പോൾ ഇത് രണ്ടുമാണ് അവിടെ ഈ ഇരവിപുരത്ത് നിർണായക ഗതി നിർണ്ണയിക്കുന്നത്. അതുകൊണ്ട് തന്നെ നൗഷാദ് തന്നെ ഒരു ഇൻ്റർവ്യൂവിൽ പറഞ്ഞു, എന്നെ തോൽപ്പിക്കാൻ കഴിയില്ല, ഇനി എന്നെ തോൽപ്പിക്കണമെങ്കിൽ പ്രേമേന്ദ്രനെ കാണാൻ വന്ന് നിൽക്കേണ്ടി വരും എന്ന് നൗഷാദ് പോലും ഒരു ഇൻ്റർവ്യൂവിൽ ഞാൻ നടത്തിയ ഒരു ഇൻ്റർവ്യൂവിൽ പറയുകയുണ്ടായി. അപ്പോൾ അത്തരത്തിൽ ഉള്ളൊരു ഇതാണ് പ്രേമേന്ദ്രനുള്ളത്. അപ്പോൾ അതുകൊണ്ട് തന്നെ അദ്ദേഹം പ്രേമേന്ദ്രനൊക്കെ ഇലക്ഷൻ പ്രചരണ സമയത്ത് നമ്മൾ പോകുന്ന കണ്ടിട്ടുണ്ട്. ഈ മുസ്ലിങ്ങളുടെയൊക്കെ പള്ളികളിലൊക്കെ ചെന്ന് കഴിഞ്ഞാൽ അദ്ദേഹം അതിനകത്തേക്ക് കയറുകയും അറബിലും ഒക്കെ അവരുടെ ഈ പ്രാർത്ഥന മന്ത്രങ്ങളൊക്കെ ഉച്ചരിക്കുന്നതൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട്. മുസ്ലിംസ് ഭയങ്കരമായിട്ട് അട്രാക്റ്റ് ചെയ്യുന്ന വിധത്തിലാണ് അദ്ദേഹത്തിൻ്റെ പെരുമാറ്റം. അതോടൊപ്പം നായേഴ്സും ഈഴവ വോട്ടുകളും ഒക്കെ പ്രേമേന്ദ്രന് അനുകൂലമായി വരും. അതുകൊണ്ടാണ് പ്രേമേന്ദ്രൻ ഈ ഇരവിപുരം സീറ്റ് ചോദിക്കുന്നത്. ഇരവിപുരം സീറ്റിൽ ഹിന്ദു ഭൂരിപക്ഷമുള്ളൊരു സീറ്റ് കൂടിയാണ്. പിന്നെ ഈ പറഞ്ഞതുപോലെ ഈ സർക്കാർ വിരുദ്ധ വികാരം ഇപ്പോൾ നിലനിൽക്കുന്നത് കൊണ്ടുകൂടി അതും കൂടി വോട്ടാക്കി മാറ്റാൻ കഴിഞ്ഞാൽ 30,000-ലധികം വോട്ടുകൾക്കാണ് നൗഷാദ് ജയിച്ചുകൊണ്ടിരിക്കുന്നത്. പക്ഷേ പ്രേമേന്ദ്രൻ നിന്ന് കഴിഞ്ഞാൽ ഉറപ്പായിട്ടും നൗഷാദിനെ മറിക്കാൻ കഴിയുമെന്നുള്ള ഒരു വിശ്വാസം ഉണ്ട്. അതിൻ്റെ ഭാഗമായിട്ട് വേണം കാണാൻ. പ്രേമേന്ദ്രൻ ഇപ്പോൾ RSP എന്ന നിലയിലല്ല, അദ്ദേഹത്തിന് വ്യക്തിപ്രഭാവം വഴി തന്നെ അദ്ദേഹത്തിന് വോട്ടുകൾ കിട്ടും. കാരണം അദ്ദേഹം തോൽപ്പിച്ചവർ ചില്ലറക്കാരല്ല. KN ബാലഗോപാൽ, MA ബേബി അടക്കമുള്ള CPM-ലെ വൻകിട ശക്തികളെയാണ് അദ്ദേഹം തോൽപ്പിച്ചത്. അപ്പോൾ അതുകൊണ്ട് തന്നെ പ്രേമേന്ദ്രനെ സംബന്ധിച്ചിടത്തോളം ഇനി ഉള്ള കാലം UDF അധികാരത്തിൽ വരുവാണെങ്കിൽ ഒരു മന്ത്രി കസേരയിൽ അല്ലെങ്കിൽ കൊടിവെച്ച കാറിലൊക്കെ ഒന്ന് പോകാൻ അദ്ദേഹത്തിനൊരു മോഹമുണ്ട്. മുമ്പും പോയിട്ടുള്ളതാണ്. എന്നാൽ പോലും അപ്പോൾ ഈ പറഞ്ഞ പോലെ പാർലമെൻറ്റിൽ ചെന്നൊരു മൂലയ്ക്ക് ഇരിക്കുന്നതിനേക്കാൾ എത്രയോ നല്ലതാണ് എന്നുള്ളൊരു ചിന്താഗതിയുടെ ഭാഗമാണ്. അപ്പോൾ ഷിബു അതിൻ്റെ അപ്പുറത്തെ കളിയാണ് കളിക്കുന്നത്. കാരണം ഷിബുവിനെ സംബന്ധിച്ചിടത്തോളം ഇനി ചവറയിൽ വലിയ പാടാണ് ജയിക്കാൻ. കാരണം RSPയുടെ ഭാഗമായി UDFൻ്റെ ഭാഗമായി ചവറയിൽ നിന്നാൽ അവിടെ സുജിത്ത് വിജയൻപിള്ള അവിടെ പിടിച്ചടക്കി കഴിഞ്ഞു. അദ്ദേഹം വലിയ മുതലാളിയാണ്, ബാറും ഒക്കെയുള്ള വലിയ മുതലാളി കൂടിയാണ്. അപ്പോൾ അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം അവിടെ സീറ്റ് പിടിച്ചു കഴിഞ്ഞു. അപ്പോൾ അതുകൊണ്ട് ഇനി ഷിബു ബേബി ജോണിനെ സംബന്ധിച്ചിടത്തോളം കഴിഞ്ഞ തവണ 2000-ൽ പര വോട്ടുകൾക്കാണ് ഷിബു ബേബി ജോൺ പരാജയപ്പെട്ടത്. അന്ന് വിവേക് ഗോപൻ എന്ന് പറഞ്ഞൊരു സ്ഥാനാർത്ഥി, ഒരു സീരിയൽ നടനെയാണ് BJP നിർത്തിയത്. അപ്പോൾ അന്ന് ആ ഒരു സീരിയൽ, അയാൾ അഭിനയിച്ച സീരിയൽ ഭയങ്കര ജനപ്രിയമായിരുന്നു. അപ്പോൾ ലേഡീസിൻ്റെയൊക്കെ വോട്ടുകൾ വരികയും ഷിബു ബേബിയുടെ വോട്ടുകളാണ് BJPക്ക് പോയത്. BJP C ക്ലാസ്സിൽ നിന്ന് B ക്ലാസ്സിലേക്ക് ഉയർത്താനും പറ്റി. അപ്പോൾ അത് ഷിബു ബേബിയുടെ പണിയായി മാറി. അതുകൊണ്ട് ഷിബു ഇനിയിപ്പോൾ ഇടതുപക്ഷ പാളയത്തിലേക്ക് കയറിക്കഴിഞ്ഞാൽ മൂന്നാമതും പിണറായി വിജയനാണ് അധികാരത്തിൽ വരുന്നതെങ്കിൽ സ്വാഭാവികമായിട്ടും ഷിബു ബേബി ജോൺ കൊല്ലത്ത് ജയിക്കുകയും ചെയ്യും. അദ്ദേഹത്തിനൊരു മന്ത്രിസ്ഥാനവും ലഭിക്കുമെന്നുള്ള ലക്ഷ്യത്തോടു കൂടിയാണ് പോകുന്നത്. അതുകൊണ്ട് RSP ഇനിയൊരു നിർണായക ഘട്ടത്തിലേക്ക് കടക്കുന്നതാണ് നമുക്കിനി കാണാൻ കഴിയുക.